പുതിയ ഒരു ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാണ് പർട്ടിക്കുലർ ഇന്റഗ്രൽ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും കഴിഞ്ഞ പ്രോബ്ലം ചെയ്തപ്പോഴും നമ്മൾ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ആയിരുന്നു കണ്ടുപിടിച്ചത്. അപ്പോഴൊന്നും നമ്മൾ പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. കാരണം ഇത്രയും നേരം നമ്മൾ സോൾവ് ചെയ്ത ചോദ്യം എന്ന് പറയുന്നത് അതൊരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരുന്നു. അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രമായിരുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ d square plus 2d plus 1 into y is equal to 0. അതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആയിരിക്കും. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഡിപെൻഡന്റ് വേരിയബിളിന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡിപെൻഡന്റ് വേരിയബിളിന്റെ ടേംസ് മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ടോട്ടൽ സൊല്യൂഷൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രമായിരുന്നു. എന്നാൽ ഒരു നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ എക്സാമ്പിൾ d square plus 2d plus 1 into y is equal to capital X. ഇവിടെ ക്യാപിറ്റൽ എക്സ് ഉദ്ദേശിക്കുന്നത് അതൊന്നെങ്കിൽ കോൺസ്റ്റന്റ് ആവാം, അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ആവാം. സപ്പോസ് ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് dy/dx ആണ് എങ്കിൽ വിച്ച് മീൻസ് ഇവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ക്യാപിറ്റൽ എക്സ് എന്താവും? ഒന്നുകിൽ ഒരു കോൺസ്റ്റന്റ് ആവാം, അല്ലെങ്കിൽ ഈ എക്സിന്റെ ഫംഗ്ഷൻ ആവാം. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതിന്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസ് എല്ലാം ചെയ്തത് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ അതിന്റെ പർട്ടിക്കുലർ ഇന്റഗ്രൽ മാത്രമേ നമ്മളിവിടെ കണ്ടുപിടിക്കുന്നുള്ളൂ. കാരണം എങ്ങനെയാണ് അതിന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നത് എന്ന് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇനി ഒരു നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരികയാണെങ്കിൽ അതിന്റെ പർട്ടിക്കുലർ ഇന്റഗ്രൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഡിഫറെന്റ് മെത്തേഡ് ഉണ്ട്. അപ്പോൾ ആ മെത്തേഡ് എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ ക്യാപിറ്റൽ എക്സിനെയാണ്. ഏകദേശം ഒരു 6 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെത്തേഡ് ഉണ്ട്. നമുക്കത് നോക്കാം. ഇവിടെ ഇതാണ് കേസ് 1, ഇത് കേസ് 2, കേസ് 3, കേസ് 4, ഇത് കേസ് 5, ഇത് കേസ് 6. 6 ഡിഫറെന്റ് കേസസ് ഉണ്ട്. നമുക്ക് ആദ്യത്തെ കേസ് നോക്കാം. അതായത് തന്നിരിക്കുന്ന ക്യാപിറ്റൽ എക്സ് e⁻ax അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റോ ആണ് എങ്കിൽ കേസ് 1 എന്ന് പറയുന്ന മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ തന്നിരിക്കുന്ന ക്യാപിറ്റൽ എക്സ് അത് sin ax അല്ലെങ്കിൽ cos ax ആണെങ്കിൽ ഇവിടെ ഞാൻ ax എന്നിവിടെ പറയാൻ കാരണം നമ്മളിവിടെ തൽക്കാലം എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ x ആണ് എന്നാണ് അസ്യൂം ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ t ആയിരുന്നുവെങ്കിൽ ഇവിടെ എന്ത് വന്നേനെ? sin at അല്ലെങ്കിൽ cos at എന്ന് വന്നേനെ. ഓക്കെ, ഇനി ക്യാപിറ്റൽ എക്സ് x⁻n ആണെങ്കിൽ ദാറ്റ് ഈസ് ഒരു പോളിനോമിയൽ ആണ് എങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ വേറൊരു മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യാം. then we have e⁻ax into some function phi of x. ഇവിടെ നമ്മൾ e⁻ax കോൺസ്റ്റന്റോ വന്നാൽ എങ്ങനെ ചെയ്യുന്നു പഠിച്ചു. ഇവിടെ sin ax cos ax വന്നാൽ എന്ത് ചെയ്യുന്നു പഠിച്ചു. ഇവിടെ x⁻n ആണെങ്കിൽ എന്ത് ചെയ്യുന്നു പഠിച്ചു. ഇവിടെ e⁻ax ന്റെ കൂടെ വേറൊരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ എന്താകാം? ഒന്നുകിൽ x⁻n ആകാം, അല്ലെങ്കിൽ ഈ പറയുന്ന sin ax cos ax ആകാം. അങ്ങനെ ഇതിന്റെ രണ്ടിന്റെയും പ്രോഡക്റ്റ് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? വേറൊരു മെത്തേഡിൽ കൂടെ അത് സോൾവ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇവിടെ phi of x is equal to x⁻n ആണെങ്കിൽ ഇവിടെ എന്ത് കിട്ടും? e⁻ax into x⁻n എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ ഇതിന്റെ e⁻ax ന്റെയും x⁻n ന്റെയും പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാൻ വേറെ മെത്തേഡ് ഉണ്ട്. ഇനി e⁻ax into ഈ പറയുന്ന sin ax cos ax വന്നാൽ എന്ത് വരും? e⁻ax into സപ്പോസ് sin ax ആണെങ്കിൽ e⁻ax into sin ax എന്ന് വരും. അപ്പോഴും നമുക്കത് സോൾവ് ചെയ്യാൻ വേറെ ഒരു മെത്തേഡ് ഉണ്ട്. ഇനി ഒരു പക്ഷേ നമുക്ക് ഇങ്ങനെയും വരാം, ദാറ്റ് ഈസ് phi of x is equal to x⁻n into sin ax എന്നും വരാം. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും? e⁻ax into x⁻n into sin ax എന്ന് വരും. അങ്ങനെയാണെങ്കിൽ അത് സോൾവ് ചെയ്യാൻ നമുക്ക് വേറെ മെത്തേഡ് ഉണ്ട്. പക്ഷേ ഞാനിപ്പോൾ അവസാനം പറഞ്ഞ കേസ് ദാറ്റ് ഈസ് e⁻ax into x⁻n into sin ax ഇത് മൂന്നും കൂടെ ഒരുമിച്ച് വരുന്ന കേസ് കോമ്പറ്റീറ്റീവ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് കുറവാണ്. കാരണം എന്ന് പറഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ നമ്മൾ 1, 2, 3 മിനിറ്റ് കൂടുതൽ എടുക്കും. ഇത് 4 ഈ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്ന 4 നമുക്ക് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടി പഠിക്കേണ്ടതുള്ളത്. ബാക്കി കേസ് നോക്കിയാൽ x⁻n into sin ax, അതായത് ഈ തന്നിരിക്കുന്ന ക്യാപിറ്റൽ എക്സ് എന്താവാം? x⁻n into sin ax ആവാം. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞത് e⁻ax into x⁻n അല്ലെങ്കിൽ e⁻ax into sin ax. അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ് എന്താവും? x⁻n into sin ax ആവും. അപ്പോൾ ഇങ്ങനെ വന്നാലും നമ്മൾ സോൾവ് ചെയ്യാൻ ഒത്തിരി ടൈം എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കോമ്പറ്റീറ്റീവ് എക്സാമിന് സാധാരണയായിട്ട് വരുന്നില്ല. Now finally we have one more case, that is
1 by d minus a phi of x is equal to e raised to ax integral e raised to minus ax phi of x dx ആണ്. ഇവിടെ ഈ phi of x എന്ന് പറയുന്നത് നമ്മുടെ x ആണ്. ഈ 1 by d minus a നമ്മുടെ ഈ f of d എന്ന് പറയുന്നത് നമുക്ക് d minus a എന്ന ഫോർമാറ്റിലേക്ക് മാറ്റി എഴുതാൻ പറ്റുമെങ്കിൽ നമ്മുടെ പർട്ടിക്കുലർ ഇന്റഗ്രൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1 divided by d minus a into ഇവിടെ x എന്താണ്? phi of x ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പർട്ടിക്കുലർ ഇന്റഗ്രലിന്റെ ഇക്വേഷൻ. ദാറ്റ് ഈസ് f of d നമുക്ക് d minus a എന്ന ഫോർമാറ്റിൽ, ഫോർ എക്സാമ്പിൾ 1 by d minus a plus 1 by d plus a എന്ന ഫോർമാറ്റിലേക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈ ഒരു പർട്ടിക്കുലർ ഇന്റഗ്രലിന്റെ ഇക്വേഷൻ ഉപയോഗിക്കാം. ദാറ്റ് ഈസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ is equal to 1 by d minus a into phi of x, which is also is equal to e raised to ax integral e raised to minus ax phi of x dx. ഇവിടെ phi of x എന്ന് പറഞ്ഞാൽ ഏത് ഫംഗ്ഷനും വരാം. ഫോർ എക്സാമ്പിൾ sec x, ദാറ്റ് ഈസ് റൈറ്റ് ഹാൻഡ് സൈഡിൽ sec x എന്നൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ പറഞ്ഞ ആദ്യത്തെ 4 കേസിലൊന്നും ഇത് പെടുന്നതല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡിലെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഇത് 1 divided by d minus a ആണ്. d എന്താണ്? ഫസ്റ്റ് ഓർഡർ ആണ്. അപ്പൊ നമ്മളിവിടെ പഠിക്കുന്നത് എന്താണ്? സെക്കൻഡ് ഓർഡർ അല്ലെങ്കിൽ ഹയർ ഓർഡർ ആണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് തന്നിരിക്കുന്ന സെക്കൻഡ് ഓർഡർ അല്ലെങ്കിൽ ഹയർ ഓർഡറിനെ നമുക്ക് 1 divided by d minus a എന്ന ഫോർമാറ്റിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഈ ഒരു കേസ് വെച്ച് സോൾവ് ചെയ്യാം. പക്ഷെ ഇതും ടൈം കൺസ്യൂമിംഗ് ആണ്. ഇതും സാധാരണ കോമ്പറ്റീറ്റീവ് എക്സാമിന് ചോദിക്കാറില്ല. അപ്പൊ നമുക്ക് പഠിക്കേണ്ടത് ഈ പറയുന്ന ആദ്യത്തെ 4 കേസസ് ആണ്. കേസ് 1, കേസ് 2, കേസ് 3, കേസ് 4. അപ്പൊ നമുക്ക് ഓരോ കേസ് എടുത്ത് അതിന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ കേസ് 1 എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഓഫ് d y is equal to e raised to ax. ഇവിടെ ഫംഗ്ഷൻ ഓഫ് d ഉദ്ദേശിക്കുന്നതാണ് എക്സാമ്പിൾ ലൈക്ക് d square plus d plus 1 into y is equal to e raised to ax എന്ന ഫോർമാറ്റിലാണ് നമ്മുടെ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്കിൽ, ദാറ്റ് ഈസ് ഇവിടെ ക്യാപിറ്റൽ x e raised to ax ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ സപ്പോസ് ഒരു കോൺസ്റ്റന്റ് തന്നിരിക്കുന്നത് 3 ആണെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് d square plus d plus 1 into y is equal to 3 എന്നാണെന്ന് വിചാരിക്കുക. ആ 3 നെ എനിക്ക് എങ്ങനെ എഴുതാം? ഐ ക്യാൻ റൈറ്റ് 3 into e raised to 0x എന്ന് എഴുതാം. റൈറ്റ്? ഈ a എന്ത് ചെയ്യുന്നു? 0 ആക്കി എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? എനിക്ക് 3 into e raised to 0x എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് e raised to ax ഓ അല്ലെങ്കിൽ കോൺസ്റ്റന്റോ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ഉപയോഗിക്കാം? ഈ കേസ് 1 എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ f of d y is equal to e raised to ax എന്നാണ് നമ്മുടെ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്കിൽ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ ഇന്റഗ്രൽ is equal to 1 divided by function of d into e raised to ax എന്ന് എഴുതുക. Then ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഓഫ് d യിലെ d യെ നമ്മൾ എന്ത് ചെയ്യുക? a വെച്ച് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പർട്ടിക്കുലർ ഇന്റഗ്രൽ is equal to 1 divided by function of a into e raised to ax. അപ്പൊ ഇതാണ് നമ്മുടെ പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ മെത്തേഡ് ആണ്. പക്ഷേ ഈ f of a 0 ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? we get 1 divided by 0. അപ്പൊ അത് ആപ്ലിക്കബിൾ അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അപ്പൊ ഈ പറയുന്ന ഇക്വേഷൻ നമ്മൾ ചെറുതായിട്ട്, ഈ ഒരു ഇക്വേഷൻ നമ്മൾ ചെറുതായിട്ടൊന്ന് മാറ്റുക. ഈ തന്നിരിക്കുന്ന 1 divided by f of d e raised to x നെ എന്തായിട്ട് മാറ്റുക? നോക്കുക, if f of a is equal to 0 then particular integral is equal to x into 1 divided by f dash of a into e raised to x. ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ എങ്ങനെ മാറ്റി? ഇങ്ങനെ മാറ്റി എഴുതി. കാരണം എന്താണ്? ഇവിടെ f of a 0 ആണ്. ഇവിടെ f dash എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ f dash of a എന്ന് ഉദ്ദേശിക്കുന്നത് ആദ്യം നമ്മൾ f of d യുടെ ഡെറിവേറ്റീവ് എടുക്കുക, എന്നിട്ട് നമ്മൾ d എന്ത് ചെയ്യുക? a ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ ഈ പറയുന്ന f dash of a യും 0 ആകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? പർട്ടിക്കുലർ ഇന്റഗ്രലിന്റെ ഈ ഇക്വേഷൻ അല്ല എടുക്കേണ്ടത്, പകരം ഈ ഇക്വേഷൻ എടുക്കുക. ദാറ്റ് ഈസ് if f dash of a is equal to 0 then particular integral is equal to x square. ഇവിടെ x ആയിരുന്നത് എന്തായി? ഇവിടെ x square into 1 divided by f double dash of a into e raised to ax എന്ന് എടുക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ. ഒരു പക്ഷേ ഇനിയിപ്പം f double dash of a 0 ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? x cube into 1 divided by f triple dash of a e raised to x എന്ന് എടുക്കണം. ഓക്കെ, അപ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് 1-2 മിനിറ്റിനുള്ളിൽ ഇതിന്റെ ഉത്തരം കിട്ടണം. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ മിക്കപ്പോഴും ഈ പറയുന്ന f ഡബിൾ ഡാഷ് ഓഫ് എയിൽ തന്നെ 0 ആകാതിരിക്കും. അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന ഒരുപക്ഷെ ഈ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടും, ചിലപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് വരേണ്ടി വരും, ചിലപ്പോൾ മൂന്നാമത് വരേണ്ടി വരും. പക്ഷെ ഇതിനപ്പുറത്തേക്ക് പോകാൻ ചാൻസ് കുറവാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കേസ് 1, അതായത് ക്യാപിറ്റൽ എക്സ് ഇ റേസ് ടു എക്സോ കോൺസ്റ്റന്റോ ആണെങ്കിൽ നമുക്ക് ഇത് സോൾവ് ചെയ്യേണ്ട മെത്തേഡ് ഇങ്ങനെയാണ്.
ഞാൻ പറഞ്ഞു കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക 3 into e raised to 0x. സപ്പോസ് കോൺസ്റ്റന്റ് 3 ആണെങ്കിൽ 3 into e raised to 0x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ പ്രോബ്ലം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ a എന്താണ്? a 0 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഓഫ് ഡിയിൽ ഡിക്ക് എന്ത് കൊടുക്കുക? 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. നമുക്ക് ഓരോ പ്രോബ്ലം എടുത്ത് ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഗേറ്റ് 2006 ചോദിച്ച ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ പർട്ടിക്കുലർ ഇന്റഗ്രൽ ഓഫ് d square y by dx square plus 4 times dy by dx plus 3 times y is equal to 3 into e raised to 2x. അപ്പോൾ ഇത് കേസ് 1 ആണ്. കാരണം എന്താണ്? e raised to 2x എന്നാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കും? പർട്ടിക്കുലർ ഇന്റഗ്രൽ is equal to 1 divided by function of d. അതെന്താണ്? d square plus 4d plus 3 into 3 times e raised to 2x എന്ന് എഴുതാം. ആദ്യം നമ്മൾ ഇങ്ങനെ ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇനി നമ്മൾ ഇവിടെ d a എന്തായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? e raised to ax. ഇവിടെ a എന്താണ്? 2 ആണ്. അപ്പോൾ d a 2 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? we get 1 divided by 2 square 4 plus 8 plus 3 times 3 e raised to 2x എന്ന് കിട്ടും. So 8 plus 4 12 ആണ്. 12 plus 3 15 ആണ്. ഇവിടെ ഒരു 3 ഉണ്ട്. 3 by 15 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? we get 1 divided by 5 into e raised to 2x എന്ന് കിട്ടും. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. 1 divided by 5 into e raised to 2x. രണ്ടാമത്തെ ചോദ്യം, d square y by dx square plus vy is equal to vl. ഇവിടെ ക്യാപിറ്റൽ v കോൺസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ ക്യാപിറ്റൽ എല്ലും കോൺസ്റ്റന്റ് ആണ്. ക്വസ്റ്റ്യന് തന്നിട്ടുള്ള കാര്യമാണ്. വിയും എല്ലും കോൺസ്റ്റന്റ് ആണ്. ഈ ചോദ്യം നോക്കുക. ചോദ്യം എന്താണ്? ലീനിയർ ആണ്. നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് പർട്ടിക്കുലർ ഇന്റഗ്രൽ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് ദ പർട്ടിക്കുലർ ഇന്റഗ്രൽ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പി ഐ ഈസ് ഇക്വൽ ടു 1 divided by ഫംഗ്ഷൻ ഓഫ് ഡി. ഇതെന്ത് എഴുതാം? ഐ ക്യാൻ റൈറ്റ് d സ്ക്വയർ പ്ലസ് വി ഇൻറ്റു വി എൽ. ഇവിടെ വി എൽ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഈ ഒരു ചോദ്യം ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ ചെയ്ത ചോദ്യം എന്തായിരുന്നു? e raised to ax. അവിടെ ഒരു ഫംഗ്ഷൻ ഓഫ് x ആയിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? v into l into e raised to 0x എന്ന് എഴുതാം. റൈറ്റ്? ഇവിടെ v ഉം l എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇതിൽ a എന്താണ്? a 0 ആണ്. അപ്പോൾ നമ്മൾ d എന്ത് ചെയ്യണം? 0 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. Therefore I get 1 divided by d square. d 0 ആണ്. d square 0 ആണ്. Finally we have v. v into v l എന്ന് വരും. ഇവിടെ e raised to 0x എന്താണ്? 1 ആണ്. അപ്പോൾ ഈ vയും കട്ടായി പോവും. സോ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ l ആണ്. ഇതാണ് ഇതിന്റെ ഉത്തരം എന്ന് പറഞ്ഞത്. ഓക്കെ, തന്നിരിക്കുന്ന x കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് ഇങ്ങനെയാണ്. മൂന്നാമത്തെ ചോദ്യം നോക്കാം. y double dash plus 6y dash plus y is equal to e raised to minus 2x. അപ്പോൾ ഇതിന്റെ പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കാനാണ് ചോദ്യം. സോ വി ക്യാൻ റൈറ്റ് pi is equal to 1 divided by d square plus 6 times d plus 1 into e raised to minus 2x. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ a is equal to minus 2 ആണ്. നമ്മൾ d is equal to a എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. therefore we get d is equal to minus 2. നമ്മൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. therefore we get 1 divided by minus 2 the whole square we get 4. 6 into d we get minus 12 plus 1 into e raised to minus 2x. ഇവിടെ നമുക്ക് ഉത്തരം എന്ത് കിട്ടും? 4 minus 12 എന്താണ്? minus 8 ആണ്. minus 8 plus 1 is equal to minus 1 divided by 7 into e raised to minus 2x. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കാനുള്ള നാലാമത്തെ ചോദ്യമാണ്. ഈ ചോദ്യം നോക്കാം. ഇവിടെ ക്യാപിറ്റൽ x എന്ന് പറയുന്നത് e raised to minus 3x plus 4. ഒരു കോൺസ്റ്റന്റും വന്നു, ഒരു എക്സ്പോണൻഷ്യൽ ടേം വന്നു. ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും നോക്കാം. Here I can write pi is equal to 1 divided by d square plus 3d minus 2 into e raised to minus 3x plus 4. ഈ തന്നിരിക്കുന്ന ചോദ്യത്തെ എനിക്ക് എന്താക്കി മാറ്റി എഴുതാം? I can write pi is equal to 1 divided by d square plus 3 times d minus 2 into e raised to minus 3x plus 1 divided by d square plus 3d minus 2
ടൈംസ് 4 എന്ന് എഴുതാം. അതായത് ഈ തന്നിരിക്കുന്ന ടേമിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി ഈ 4നെ എങ്ങനെ എഴുതാം, 4 ടൈംസ് ഇ റേസ് ടു 0x എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്റെ രണ്ടിന്റെയും സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അതിന്റെ സമ്മേഷൻ ആണ് നമുക്ക് കിട്ടാൻ പോകുന്ന പർട്ടിക്കുലർ ഇന്റഗ്രൽ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, d -3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ d 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, കാരണം ഇവിടെ e raised to 0 ആണ്. Therefore we get 1 divided by, ഇവിടെ നമ്മൾ d -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, we get 9 minus 2 into e raised to -3x plus 1 divided by e raised to 0x. Again we get, ഇവിടെ 0 ആവും, ഇതും 0 ആവും, minus 2 times 4 into e raised to 0x. Therefore we get minus 1 divided by 2 into e raised to -3x minus 1 divided by 2 into 4 എന്ന് വരും. Therefore minus 1 divided by 2 into e raised to -3x minus 2. ഇതാണ് നമ്മുടെ ആൻസർ. അഞ്ചാമത്തെ ചോദ്യം, y double dash plus 6y dash plus 9y is equal to e raised to -3x. അപ്പോൾ നമുക്ക് ഇതിന്റെ പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കണം. I can write pi is equal to 1 divided by d square plus 6d plus 9 into e raised to -3x. അപ്പോൾ ഇവിടെ a എന്താണ്, -3 ആണ്. Therefore d is equal to -3 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. So I can write -3 the whole square becomes 9. 6 into d we get -18 plus 9 into e raised to -3x. പക്ഷെ ഇവിടെ എന്ത് പറ്റുന്നു, ഈ 9ഉം ഈ 9ഉം -18ഉം കൂടെ കട്ടായി പോകുന്നു. Therefore ഇവിടെ 1/0 എന്ന ടേം വരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല, ഈ ഒരു ഇക്വേഷൻ അല്ല നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത്. നമ്മൾ എന്ത് ഉപയോഗിക്കണം, we have to use x into 1 divided by f dash of d. അത് ഈ തന്നിരിക്കുന്നതിന്റെ ഡെറിവേറ്റീവ് ആണ് നമുക്ക് വേണ്ടത്. We get 2 times d plus 6 into e raised to -3x എന്നാണ് നമ്മുടെ പർട്ടിക്കുലർ ഇന്റഗ്രലിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, d is equal to -3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore we get x into 1 divided by 2 into d we get -6 plus 6 into e raised to -3x. ഇവിടെയും പക്ഷെ എന്ത് പറ്റുന്നു, നമ്മുടെ f dash of d എന്ന് പറയുന്നത് 0 ആകുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ അല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്, നമ്മൾ അടുത്ത ഇക്വേഷൻ എടുക്കുക. ദാറ്റ് ഈസ്, അപ്പോൾ അടുത്ത ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ ഇന്റഗ്രൽ ഈസ് ഈക്വൽ ടു x square into 1 divided by f double dash. ഇതെന്താണ്, f dash of d ആണ്. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് ഒന്നും കൂടെ എടുക്കുക. Therefore I get 2 into e raised to -3x. ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എന്തില്ല, d ഒന്നുമില്ല. സോ ആൻസർ എന്താണ്, x square by 2 times e raised to -3x. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ കേസ് 2 ആണ്. കേസ് 2 നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം.